ഇനി തിയറം 7 ആണ്. തിയറം 7ഉം 8ഉം 9ഉം ഏകദേശം ഒരേ പാറ്റേണിൽ പോകുന്ന പ്രൂഫാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ള പ്രൂഫാണ് താനും. അപ്പം നമുക്ക് തിയറം 7 നോക്കാം ആദ്യമേ. ഇഫ് എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ഈസ് എ കൺവേർജൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ഇഫ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ ദെൻ എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ x ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് എക്സ് സീക്വൻസ് ഓഫ് പോസിറ്റീവ് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സാണ്. എക്സ് എന്നിലെ ഓരോ എലമെൻറ്റ് സീക്വൻസിലെ ഓരോ എലമെൻറ്റും നോൺ നെഗറ്റീവാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് കൺവേർജ് ചെയ്യുന്ന ആ പോയിൻറ്റും നോൺ നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. സീക്വൻസിലെ എല്ലാ എലമെൻറ്റുകളും നോൺ നെഗറ്റീവ് ആണെങ്കിൽ, സീക്വൻസിൽ ഒരു നെഗറ്റീവ് ടേം പോലും ഇല്ല എങ്കിൽ അതിൻ്റെ ലിമിറ്റും നോൺ നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഇതിൻ്റെ ലിമിറ്റ് നെഗറ്റീവാണ്. സപ്പോസ് ഇഫ് പോസിബിൾ അസ്യൂം ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് ഈസ് ലെസ് ദാൻ 0. നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇഫ് പോസിബിൾ അതിൻ്റെ കോൺട്രറി അസ്യൂം ചെയ്യുവാണ്. ഇഫ് പോസിബിൾ അസ്യൂം ദാൻ ലിമിറ്റ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണ്, ലിമിറ്റ് നെഗറ്റീവാണെന്നാണ്. അപ്പോൾ നമുക്ക് എപ്സിലോൺ ഈക്വൽ ടു മൈനസ് എക്സ് എടുത്താൽ അത് പോസിറ്റീവ് ആയിരിക്കുമല്ലോ. എക്സ് നെഗറ്റീവ് ആകുമ്പോൾ മൈനസ് എക്സ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്സിലോൺ ഈക്വൽ ടു മൈനസ് എക്സ് എടുത്താൽ അത് നമുക്ക് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം. ഇനി ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് നമുക്കറിയാം എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആണ്. എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആയതുകൊണ്ട് ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a k element of n such that modulus of xn minus x is less than epsilon for all n greater than or equal to k എന്ന് നമുക്ക് പറയാമല്ലോ. ഈ പർട്ടിക്കുലർ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു k കണ്ടുപിടിക്കാൻ പറ്റും. such that modulus of xn minus x is less than epsilon for all n greater than or equal to k. അപ്പോൾ നമ്മളിതിൻ്റെ മോഡുലസ് മാറ്റുവാണെങ്കിൽ minus epsilon is less than xn minus x is less than epsilon for all n greater than or equal to k. അപ്പം x minus epsilon is less than xn is less than x plus epsilon for all n greater than or equal to k എന്ന് വരും. ഇനി നമ്മൾ എപ്സിലോൺ മൈനസ് എക്സ് എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ എപ്സിലോൺ ഈക്വൽ ടു മൈനസ് എക്സ് കൊടുക്കുമ്പോൾ എക്സ് മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എക്സ് എൻ ഈസ് ലെസ് ദാൻ എക്സ് മൈനസ് എക്സ് എന്ന് വരും ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ എക്സും എക്സ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 2x ലെസ് ദാൻ എക്സ് എൻ ഈസ് ലെസ് ദാൻ 0 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ വരുമ്പോഴെല്ലാം എക്സ് എന്നിൻ്റെ വാല്യൂ 2xനും 0യ്ക്കും ഇടയ്ക്കാണ്. അപ്പോൾ ഇൻ പർട്ടിക്കുലറായിട്ട് നമ്മൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെയിൽ ഇതുണ്ട്. അപ്പോൾ എൻ ഈക്വൽ ടു കെയിൽ ഇത് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 2x is less than xk is less than 0 for all n greater than or equal to k. അപ്പോൾ നമുക്ക് xk is less than 0 for all n greater than or equal to k എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് എക്സ് കെ ലെസ് ദാൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കെ അത് അറിയാതെ എഴുതുക. നമ്മൾ എൻ ഈക്വൽ ടു ഇൻ പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ എൻ ഈക്വൽ ടു കെ കൊടുത്താൽ ഇവിടെ നമ്മൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെയിൽ ഈ കണ്ടീഷൻ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇൻ പർട്ടിക്കുലറായിട്ട് നമ്മൾ എൻ ഇസ് ഈക്വൽ ടു കെ കൊടുത്തപ്പോൾ നമുക്ക് 2x ഈസ് ലെസ് ദാൻ എക്സ് കെ ഈസ് ലെസ് ദാൻ 0 എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടിയത്, എക്സ് കെ ഈസ് ലെസ് ദാൻ 0. ഇത് പോസിബിൾ ആണോ? കാരണം നമ്മുടെ അസംഷൻ അനുസരിച്ച് എല്ലാ എന്നുകൾക്കും എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരുന്നു. നമുക്ക് പക്ഷേ എക്സ് കെ ലെസ് ദാൻ 0 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ അസംഷൻ ദാറ്റ് എക്സ് ഈസ് നെഗറ്റീവ് എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയേ പറ്റൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു തിയറമായിരുന്നു. നമ്മളിവിടെ എന്താ പ്രൂവ് ചെയ്തത്, എക്സ് എന്നുകളെല്ലാം നോൺ നെഗറ്റീവ് ആണെങ്കിൽ എക്സും അതിൻ്റെ ലിമിറ്റും നോൺ നെഗറ്റീവ് ആണെന്നാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. സീക്വൻസിലെ ടേമുകളെല്ലാം നോൺ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റും നോൺ നെഗറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് തിയറം 8 നോക്കാം. ഇഫ് എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ആൻഡ് വൈ ഈക്വൽ ടു സീക്വൻസ് വൈ എൻ ആർ കൺവേർജൻറ്റ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ഇഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ, എപ്പോഴും എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ആണ്. For all n element of n, then limit xn less than or equal to limit of yn. ഇപ്പോൾ xn less than or equal to yn ആണെങ്കിൽ limit of xn less than or equal to limit of yn. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.
എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ആണെങ്കിൽ ലിമിറ്റ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് വൈ എൻ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇസഡ് എൻ ഇസ് ഈക്വൽ ടു വൈ എൻ മൈനസ് എക്സ് എൻ എടുത്താൽ നമുക്കറിയാം ഓരോ എന്നുകൾക്കും ഫോർ ഓൾ എൻ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ആണ്. അപ്പോൾ ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ എക്സ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? വൈ എൻ മൈനസ് എക്സ് എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. വൈ എൻ ആണ് എപ്പോഴും വലുത്, എക്സ് എൻ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ആയതുകൊണ്ട് വൈ എൻ മൈനസ് എക്സിന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. വൈ എൻ മൈനസ് എക്സിന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇത് ഓരോന്നും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് നമുക്ക് പറയാമല്ലോ. അപ്പം സോ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എക്സ്. അപ്പോൾ ഇസഡ് എൻ എന്ന് പറയുന്നത് വൈ എൻ മൈനസ് എക്സ് ആണ്. അപ്പോൾ സീക്വൻസ് ഇസഡ് എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ സീക്വൻസ് ഇസഡ് എൻ എന്ന് പറയുന്നത് സീക്വൻസ് വൈ എൻ മൈനസ് എക്സ് എൻ ആണ്. എഗെയിൻ ഇസഡ് എൻ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ സീക്വൻസ് ഇസഡ് എൻ എന്ന് പറയുന്നത് വൈ എൻ മൈനസ് എക്സ് എൻ എന്നുള്ള സീക്വൻസ്. അപ്പോൾ ആക്ച്വലി ഇസഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ വൈ മൈനസ് എക്സ് എന്നുള്ള സീക്വൻസ് ഫോമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഇതിൻ്റെ ലിമിറ്റ് ഓഫ് ഇസഡ് എൻ നമ്മൾ വൈ എക്സ് മൈനസ് വൈയുടെ ലിമിറ്റ് ഓഫ് എക്സ് എൻ മൈനസ് ലിമിറ്റ് ഓഫ് വൈ എൻ ആണെന്ന് കണ്ടതുപോലെ ഇവിടെ വൈ എൻ മൈനസ് എക്സിൻ്റെ ലിമിറ്റ് ഓഫ് ഇസഡ് എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിമിറ്റ് ഓഫ് വൈ എൻ മൈനസ് ലിമിറ്റ് ഓഫ് എക്സ് എൻ ആയിരിക്കില്ലേ നമ്മളിപ്പോൾ പഠിച്ച തിയറം 6 കഴിഞ്ഞ ദിവസം പഠിച്ച തിയറം 6 നമ്മൾ പറഞ്ഞു രണ്ട് സീക്വൻസുകളുടെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൺവേർജിങ് ചെയ്യുന്നത് ലിമിറ്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഓഫ് ദെയർ ലിമിറ്റ്. അപ്പോൾ ഇവിടെ വൈ എൻ മൈനസ് എക്സ് എന്നിൻ്റെ ഡിഫറൻസ് ആണ് ഈ സീക്വൻസ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് വൈ എൻ മൈനസ് ലിമിറ്റ് ഓഫ് എക്സ് എൻ ആയിരിക്കും. ഇനി നമ്മളിപ്പം തൊട്ട് മുന്നേ പഠിച്ച തിയറം 7 അനുസരിച്ച് സീക്വൻസിലെ എല്ലാ ടേമും നോൺ നെഗറ്റീവ് ആണെങ്കിൽ ലിമിറ്റ് ഓഫ് ഇസഡും നോൺ നെഗറ്റീവ് ആയിരിക്കുകയല്ലേ. നമ്മൾ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ലിമിറ്റ് ഓഫ് എക്സ് എന്നും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് ഇപ്പോൾ പ്രൂവ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഓഫ് ഇസഡൻ എന്ന് പറയുന്നത് ഇസഡൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇത് ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് വൈ എൻ മൈനസ് ലിമിറ്റ് ഓഫ് എക്സിനാണ്. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ലിമിറ്റ് ഓഫ് വൈ എൻ മൈനസ് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് ഓഫ് വൈ എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് എൻ എന്ന് കിട്ടും. അപ്പോൾ എല്ലാ എണ്ണുകൾക്കും ഇത് കിട്ടുന്നുണ്ട്. കാരണം എന്താ? എല്ലാ എണ്ണുകൾക്കും ഇസഡൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ലിമിറ്റ് ഓഫ് ഇസഡൻ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ആ ലിമിറ്റിംഗ് വാല്യൂം നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോമിൽ കിട്ടി. അപ്പോൾ ലിമിറ്റ് ഓഫ് ഇസഡൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? ലിമിറ്റ് ഓഫ് വൈ എൻ മൈനസ് ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ലിമിറ്റ് ഓഫ് വൈ എൻ ആണ് ലിമിറ്റ് ഓഫ് എക്സ് എന്നേക്കാളും വലുത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് വൈ എൻ. ആക്ച്വലി എന്താ, നമുക്ക് ഒരേ പാറ്റേണിലുള്ള പ്രൂഫാണ് ആക്ച്വലി ഇത് വരുന്നത്. നമ്മൾ 7th തിയറം യൂസ് ചെയ്താണ് 8th തിയറം ഇപ്പോൾ പ്രൂവ് ചെയ്തത്. 9th തിയറം അതുതന്നെയാണ് നമ്മളിപ്പോൾ തൊട്ട് മുന്നിൽ പ്രൂവ് ചെയ്ത തിയറം യൂസ് ചെയ്തിട്ടാണ് തിയറം 9 യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇഫ് എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ഇസ് എ കൺവേർജൻറ്റ് സീക്വൻസ് and a less than or equal to xn less than or equal to b for all n element of n ആണെങ്കിൽ a less than or equal to limit xn less than or equal to b. ലിമിറ്റ് ഓഫ് എക്സിനും എക്സ് എന്നിൻ്റെ വാല്യൂ എക്കും ബിക്കും ഇടയ്ക്കാണ് കിടക്കുന്നതെങ്കിൽ ലിമിറ്റ് ഓഫ് എക്സിനും എക്കും ബിക്കും ഇടയ്ക്കാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വൈ എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റൻറ്റ് സീക്വൻസ്, നമ്മൾ വൈ എൻ എന്നുള്ളത് കോൺസ്റ്റൻറ്റ് സീക്വൻസ് ബി 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 എന്നുള്ള കോൺസ്റ്റൻറ്റ് സീക്വൻസ് എടുക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ എന്ന് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് പറയാം? എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ. Therefore limit of xn is less than or equal to limit of yn. ഇപ്പം നമ്മൾ പഠിച്ച തിയറം 8 അനുസരിച്ച് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn ഫോർ ഓൾ n ആണെങ്കിൽ ലിമിറ്റ് ഓഫ് എക്സിനും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് yn എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നമുക്ക് ലിമിറ്റ് ഓഫ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് yn ഫോർ ഓൾ n എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് ഓഫ് xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് yn എന്താണ്? വൈ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് സീക്വൻസ് ആയതുകൊണ്ട് അതിൻ്റെ ലിമിറ്റും ആ കോൺസ്റ്റൻറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് കിട്ടി. അപ്പോൾ ഇതിനെ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ ഇസഡ് എന്ന് പറയുന്നത് സീക്വൻസ് കോൺസ്റ്റൻറ്റ് സീക്വൻസ് എ എടുക്കുക.
ഇസഡ് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് സീക്വൻസ് എ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ ആയതുകൊണ്ട് ഇസഡ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ എന്ന് നമുക്ക് പറയാമല്ലോ. ഇസഡ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്തതുപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലിമിറ്റ് ഓഫ് ഇസഡ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് എൻ എന്ന് നമുക്ക് പറയാമല്ലോ. ഇംപ്ലൈസ് ലിമിറ്റ് ഓഫ് ഇസഡ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് എൻ. കാരണം ഇസഡ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ആയതുകൊണ്ട് ലിമിറ്റ് എടുക്കുമ്പോൾ ലിമിറ്റ് ഓഫ് ഇസഡ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് എൻ ആയി. ഇനി ഇസഡ് എൻ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് സീക്വൻസ് എ ആയതുകൊണ്ട് അത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ എന്ന് നമുക്ക് കിട്ടും. ഇതിനെ ഇക്വേഷൻ 2 എന്ന് എടുക്കുക. ഇനി 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് കിട്ടി. ഇതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിയിൽ നിന്ന് എക്സ് എൻ ലെസ് ദാൻ ഓർ ബി എന്നുള്ള കോൺസ്റ്റൻറ്റ് സീക്വൻസ് നമ്മൾ വൈ എന്ന് വിളിച്ചു. അപ്പോൾ എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ഫോമിൽ വന്നതുകൊണ്ട് ലിമിറ്റ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് വൈ എൻ. പിന്നെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ യൂസ് ചെയ്ത് സെക്കൻഡ് പാർട്ടും കിട്ടി. കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. തിയറം 10 സ്ക്യൂസ് തിയറം. സ്ക്യൂസ് തിയറം ഫോർ സീക്വൻസ് ആണിത്. ഇവിടെ ചുമ്മാ സ്ക്യൂസ് തിയറം എന്ന് പറഞ്ഞാൽ ഈ സെക്ഷനിൽ വന്നപ്പോൾ നമ്മൾ സ്ക്യൂസ് തിയറം എന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ അത് സ്ക്യൂസ് തിയറം ഫോർ സീക്വൻസ് എന്ന് എഴുതിയ, കാരണം നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സ്ക്യൂസ് തിയറം, ലിമിറ്റിൻ്റെ കേസിൽ സ്ക്യൂസ് തിയറം ഉണ്ട്, അങ്ങനെ പലതുണ്ട്. അപ്പോൾ ഇത് സ്ക്യൂസ് തിയറം ഫോർ സീക്വൻസുകളാണ്. അപ്പോൾ ഇവിടെ പറയുന്ന സ്ക്യൂസ് തിയറത്തിന് സാൻഡ്വിച്ച് തിയറം എന്നുള്ളൊരു പേരും ശരിക്കും ഉണ്ട്. അത് ആക്ച്വലി പറയുന്ന ഇത്രേ ഉള്ളൂ, എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് എൻ ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ ആണ്. എക്സ് എന്നും വൈ എനും ഇസഡ് എനും 3 സീക്വൻസുകൾ സച്ച് ദാറ്റ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് എൻ ഫോർ ഓൾ എൻ ആണ്. അങ്ങനെയാണ് എങ്കിൽ ലിമിറ്റ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് എന്നുള്ള കണ്ടീഷനുണ്ട്. ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഇസഡ് എന്നുള്ള രണ്ടാമത്തെ ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ വൈ എന്നുള്ള സീക്വൻസും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന കൺവേർജൻ്റ് ആണ്, കൺവേർജസ് ടു ദ സെയിം പോയിൻ്റ് ആണെങ്കിൽ നടുക്ക് കിടക്കുന്ന സീക്വൻസും ഇതേ പോയിൻറ്റോട്ട് തന്നെ കൺവേർജ് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് ഓഫ് വൈ എൻ എന്ന് പറയുന്നത് ഈ ലിമിറ്റ് തന്നെ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം സ്ക്യൂസ് തിയറം എന്നുള്ള പേര് പറയാൻ കാരണം വൈ എന്നുള്ള സീക്വൻസ് എക്സ് എന്നിൻ്റെ ഇസഡിൻ്റെ ഇടയ്ക്ക് സ്ക്യൂസ് ചെയ്തിരിക്കുക. നമ്മളിപ്പോൾ അതിന് സാൻഡ്വിച്ച് തിയറം ഒന്നും പറയാൻ കാരണം, അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ എന്താ, നമ്മൾ 2 ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്കോട്ടൊരു സാധനം എന്തെങ്കിലും, ഒന്നെങ്കിൽ ഓംലെറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം കൂടെ സാൻഡ്വിച്ച് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണത്തിൻ്റെ ഇടയ്ക്ക് വെക്കുന്നത് കൊണ്ട് നമ്മളതിനെ സാൻഡ്വിച്ച് എന്ന് പറയുന്നു. അതുപോലെയാണ് സ്ക്യൂസ് എന്നുള്ള വാക്കും പറയുന്നത്, സ്ക്യൂസ് ചെയ്ത് വെക്കുകയാണ്. എക്സ് എന്നും ഇസഡ് എന്നും 2 സീക്വൻസുകളാണ് സച്ച് ദാറ്റ് എക്സ് എൻ വൈ എൻ ഇസഡ് എൻ 3 സീക്വൻസുകളാണ്. അതിൻ്റെ അകത്തെ വൈ എന്ന് പറയുന്ന സീക്വൻസ് എക്സ് എൻ്റെ ഇസഡിൻ്റെ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ എല്ലാ എന്നുകൾക്കും എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് എൻ ആണെങ്കിൽ ലിമിറ്റ് ഓഫ് എക്സ് എൻ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഇസഡ് എൻ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ലിമിറ്റ് ഓഫ് എക്സ് എൻ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഇസഡ് എൻ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ലിമിറ്റ് ഓഫ് ഇസഡ് എൻ ആണെങ്കിൽ, ഈ കണ്ടീഷൻ കൂടി ഉണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ മാറിപ്പോയാൽ ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് ഇസഡ് എൻ ആണെങ്കിൽ ഈ സീക്വൻസും ഇതിൻ്റെ ഇപ്പുറത്തും ഉള്ളത് കൺവേർജസ് ടു ദ സെയിം ലിമിറ്റ് ആണെങ്കിൽ നടുക്ക് കിടക്കുന്നതും കൺവേർജസ് ടു ദ സെയിം ലിമിറ്റ് ആയിരിക്കും. അപ്പം 3 സീക്വൻസുകളുടെ അകത്ത് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് എൻ ഫോമിൽ കിടക്കുന്ന സീക്വൻസുകളാണ്. അതിൻ്റെ 2 ലെഫ്റ്റിലെ റൈറ്റിലെയും സീക്വൻസുകൾ ഒരേ പോയിൻറ്റിലോട്ട് കൺവേർജ് ചെയ്യുവാണെങ്കിൽ ആ നടുക്ക് കിടക്കുന്ന സീക്വൻസും അതേ പോയിൻറ്റിലോട്ട് തന്നെ കൺവേർജ് ചെയ്യും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, എക്സ് എന്നും ഇസഡ് എന്നും കൺവേർജസ് ടു ദ സെയിം ലിമിറ്റാണ്. അപ്പം നമുക്ക് ആ ലിമിറ്റിനെ നമുക്ക് സം ഡബ്ല്യു എന്ന് വിളിക്കാം. ഇനി എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആയതുകൊണ്ട് ഫോർ എപ്സിലോൺ, ഒരു പർട്ടിക്കുലർ എപ്സിലോൺ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു K1 കിട്ടും സച്ച് ദാൻ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1. ഇനി എക്സ് എൻ കൺവേർജസ് ടു എക്സ് അല്ല ഡബ്ല്യു, എക്സ് എൻ മൈനസ് ഡബ്ല്യു. ഞാൻ എപ്പോഴും എക്സ് ആയതുകൊണ്ട് അങ്ങനെ എഴുതാണ്. ഇനി ഇസഡ് എന്നും ഡബ്ല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ ഇതേ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു K2 കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ ഇസഡ് എൻ മൈനസ് ഡബ്ല്യു ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K2. അപ്പോൾ നമുക്ക്
നമ്മൾ കെ ഈക്വൽ ടു സുപ്രീമം ഓഫ് K1, K2 എടുക്കുവാണെങ്കിൽ, ഇത് രണ്ടും കൂടെ സുപ്രീം എടുക്കുകയാണെങ്കിൽ രണ്ട് കണ്ടീഷനും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യലേ. അപ്പം n > K1, K2 നമ്മൾ എടുക്കുവാണ്, രണ്ടിൻ്റെയും കൂടെ സുപ്രീം, K1ൻ്റെയും K2ൻ്റെയും സുപ്രീമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഫോർ ഓൾ n > K വി ഹാവ് മോഡുലസ് ഓഫ് xn മൈനസ് w ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആൻഡ് മോഡുലസ് ഓഫ് Zn മൈനസ് w ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാമല്ലോ. എക്സൻ ഡബ്ല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു K1 കണ്ടുപിടിക്കാൻ പറ്റും, സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് xn മൈനസ് w ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n > K1. അതേപോലെ തന്നെ Zn കൺവേർജസ് ടു w ആണെങ്കിൽ ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു K2 കണ്ടുപിടിക്കാൻ പറ്റും, സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് Zn മൈനസ് w ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n > K2. അപ്പോൾ നമ്മൾ K ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് K1, K2 എടുക്കുകയാണെങ്കിൽ, ഫോർ ഓൾ n > K മോഡുലസ് ഓഫ് xn മൈനസ് w ലെസ് ദാൻ എപ്സിലോണും മോഡുലസ് ഓഫ് Zn മൈനസ് w ലെസ് ദാനും രണ്ട് കണ്ടീഷനും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നമ്മൾ ഈ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കാരണം നമ്മളിപ്പോൾ ഒരുപാട് കേസിൽ ഇങ്ങനെ രണ്ട് K1 ഉം K2 എടുത്തിട്ട് അതിൻ്റെ സുപ്രീം, പക്ഷേ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ നിങ്ങൾ ഇതും കൂടെ പറയുന്നതായിരിക്കും നല്ലത്, നോട്ടിലോട്ട് ഇതും കൂടെ ചേർക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ K എന്ന് പറയുന്നത് സുപ്രീം ഓഫ് K1, K2 എടുക്കുകയാണെങ്കിൽ, ഫോർ ഓൾ n > K നമുക്ക് മോഡുലസ് ഓഫ് xn മൈനസ് w ലെസ് ദാൻ എപ്സിലോൺ എന്നും മോഡുലസ് ഓഫ് Zn മൈനസ് z ലെസ് ദാൻ എപ്സിലോൺ എന്നും പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനെ നമ്മൾ ഒന്ന് മാറ്റി പറയുവാണെങ്കിൽ നമുക്ക് മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ xn മൈനസ് w ഈസ് ലെസ് ദാൻ എപ്സിലോൺ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ Zn മൈനസ് w ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n > K എന്ന് പറയാം. ഇനി തന്നിരിക്കുന്ന എന്താണ്? xn ലെസ് ദാൻ yn ലെസ് ദാൻ Zn ഫോർ ഓൾ n എന്ന് തന്നിട്ടുണ്ട്. xn ലെസ് ദാൻ yn ലെസ് ദാൻ Zn ഫോർ ഓൾ എന്ന് തന്നേക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ xn മൈനസ് w ലെസ് ദാൻ yn മൈനസ് w ലെസ് ദാൻ Zn മൈനസ് w ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് എന്ന് പറയുന്നത് എല്ലാ ഇൻഇക്വാളിറ്റിക്കകത്തുനിന്നും നമ്മളൊരു മൈനസ് w ചെയ്യുമ്പോൾ ഇൻഇക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നും വരില്ല. അപ്പോൾ xn ലെസ് ദാൻ yn ലെസ് ദാൻ Zn ഫോർ ഓൾ n ആയതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് w കുറച്ചാലും ഈ ഒരു കണ്ടീഷൻ കിട്ടും. അപ്പോൾ നമ്മളിപ്പം ചെയ്ത കാര്യം ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ലിമിറ്റ് ഓഫ് എക്സനും ലിമിറ്റ് ഓഫ് Zനും സെയിം ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ലിമിറ്റ് ഓഫ് എക്സൻ w ആയതുകൊണ്ട് ഒരു പർട്ടിക്കുലർ എപ്സിലോൺ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു K1 കിട്ടും, സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് xn മൈനസ് w ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n > K1. അതേപോലെ തന്നെ Zn കൺവേർജസ് ടു w ആയതുകൊണ്ട് അതേ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് Zന് വേറൊരു K2 കിട്ടും, സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് Zn മൈനസ് w ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n > K2. എന്നിട്ട് നമ്മൾ K ഈസ് ഈക്വൽ ടു സുപ്രീം ഓഫ് K1, K2 എടുക്കുകയാണെങ്കിൽ, ഫോർ ഓൾ n > K വി ഹാവ് മോഡുലസ് ഓഫ് xn മൈനസ് w ഈസ് ലെസ് ദാൻ എപ്സിലോൺ ആൻഡ് മോഡുലസ് ഓഫ് Zn മൈനസ് w ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ആ മോഡുലസ് മാറ്റി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? xn മൈനസ് ഡബ്ല്യുവിൻ്റെ മോഡുലസ് എപ്സിലോണിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് xn മൈനസ് w മൈനസ് എപ്സിലോണും പ്ലസ് എപ്സിലോണും, അതുപോലെ തന്നെ Zn മൈനസ് w മൈനസ് എപ്സിലോണും പ്ലസ് എപ്സിലോണും കിടക്കും ഫോർ ഓൾ n > K. ഇനി നമ്മൾ xn ലെസ് ദാൻ yn ലെസ് ദാൻ Zn ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n എടുക്കുക. അപ്പോൾ നമുക്ക് xn മൈനസ് w ലെസ് ദാൻ രണ്ട് സൈഡ് എല്ലാ സൈഡിൽ നിന്നും മൈനസ് w ചെയ്യുമ്പോൾ ഈ ഇനിക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നും വരികയില്ല. ഇനി നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക, അതായത് ഈ ഇനിക്വാളിറ്റിയുടെ ഇവിടെ തുടങ്ങി, പിന്നെ ഈ ഇനിക്വാളിറ്റി ഇത്ര എഴുതി, അതിനുശേഷം നമ്മൾ ഈ ഇനിക്വാളിറ്റിയുടെ ഇത്ര. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ ഇത് യൂസ് ചെയ്തു, പിന്നെ സെക്കൻഡ് ഇത് യൂസ് ചെയ്തു, പിന്നെ ഇത് യൂസ് ചെയ്തു. അപ്പോൾ ഈ ഇനിക്വാളിറ്റി ഉള്ളത് n > K ഇല്ല. ഫോർ ഓൾ എന്നിന് ഈ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഫോർ n > K നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ xn മൈനസ് w എന്ന് കിട്ടി, സ്ട്രിക്ട്ലി ലെസ് ദാൻ xn മൈനസ് w, വിച്ച് ഈസ് ലെസ് ദാൻ yn മൈനസ് w, വിച്ച് ഈസ് ലെസ് ദാൻ Zn മൈനസ് w, വിച്ച് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n > K. ഇവിടെ എല്ലാ ഇന്നുകൾക്കും ഉണ്ട് ഈ കണ്ടീഷൻ, പക്ഷേ n > K ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഫോർ ഓൾ n > K. അപ്പോൾ നമ്മൾ ഈ ഇനിക്വാളിറ്റിയുടെയും കുറച്ച് പോർഷൻസ്, ഈ ഇനിക്വാളിറ്റിയുടെ ലെഫ്റ്റും റൈറ്റും ഇതിൻ്റെ മൊത്തവും എടുത്താൽ നമുക്ക് ഈ ഒരു ഇനിക്വാളിറ്റി കിട്ടി. അതിൽ നിന്ന് നമ്മൾ ഇത്രയും പോർഷൻ മാത്രം എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ
yn മൈനസ് ഡബ്ല്യു ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടിയല്ലേ. ഇവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്, ഇവിടെയും സ്ട്രിക്ട്ലി ലെസ് ദാൻ ആയതുകൊണ്ട് നമുക്ക് സ്ട്രിക്ട്ലി ലെസ് ദാൻ എടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? മോഡുലസ് ഓഫ് yn മൈനസ് ഡബ്ല്യു ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടും. മോഡുലസ് ഓഫ് yn മൈനസ് ഡബ്ല്യു ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മളൊരു ആർബിട്രറി എപ്സിലോൺ എടുത്തപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ കിട്ടി. സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് yn മൈനസ് ഡബ്ല്യു ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ ഈ എപ്സിലോൺ എന്ന് പറയുന്നത് ആർബിട്രറി ആയിരുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഏത് എപ്സിലോൺ എടുത്താലും അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കെ ഉണ്ട്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ ലിമിറ്റ് ഓഫ് yn ഇസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എക്സനും വൈനും ഇസഡിനും 3 സീക്വൻസസ് വിത്ത് എക്സൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡൻ ആൻഡ് ലിമിറ്റ് ഓഫ് ഇസഡിനും സെയിം ആണ് എങ്കിൽ അടുക്കത്തെ സീക്വൻസും കൺവേർജൻ്റ് ആയും ആൻഡ് കൺവേർജസ് ടു ദ സെയിം ലിമിറ്റ് എന്ന് കിട്ടും. ഇനി റിമാർക്കിൽ പറയുന്നത് നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ 7, 8, 9, 10 ഈ 3 തിയറവും നമുക്ക് ഒരേ പാറ്റേണിൽ പോകുന്ന തിയറങ്ങളാണ്. അപ്പോൾ ഈ തിയറത്തിനെല്ലാം നമുക്ക് ടെയിൽ ഓഫ് ദ സീക്വൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഫുൾ സീക്വൻസിനാണ് ഈ തിയറങ്ങളെല്ലാം പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മൾ കണ്ടു ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഏത് ടെയിലും കൺവേർജൻ്റാണ്. അപ്പം തിയറം 7 നമ്മൾ പറഞ്ഞത് എന്താ? എക്സെന്നുകളെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ലിമിറ്റ് ഓഫ് എക്സെന്നും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിന് പകരം അതിൻ്റെ അകത്ത് ആദ്യത്തെ കുറച്ച് ടേം നെഗറ്റീവാണ്, പിന്നെ അതിന് ശേഷം ഒരു പർട്ടിക്കുലർ സ്റ്റേജിന് ശേഷമുള്ളതെല്ലാം നോൺ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഈ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ഒരു 9 എലമെൻറ്റുകൾ നെഗറ്റീവും വരുന്നുണ്ട്, പക്ഷേ 10ാമത്തെ എലമെൻറ്റുകൾ തൊട്ടുള്ളതെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് 10 ടെയിൽ എടുക്കുമ്പം 10 ടെയിലിൻ്റെ എല്ലാ എലമെൻറ്റുകളും പോസിറ്റീവാണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റും പോസിറ്റീവാണെന്ന് നമുക്ക് പറയാമല്ലോ. അതാണ് അവിടെ പറയുന്നത്. നമുക്ക് ഏത് തിയറം അതിനകത്ത് അതുപോലെ തന്നെ നമ്മൾ എക്സൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn ആണെങ്കിൽ ലിമിറ്റ് ഓഫ് എക്സൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn അവിടെ അതെ ആദ്യത്തെ കുറച്ച് എലമെൻറ്റുകൾ എക്സൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേജിന് ശേഷമുള്ളതെല്ലാം എക്സൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു yn ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് ഓഫ് എക്സൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് yn എന്ന് പറയാം. അങ്ങനെ ഈ തിയറങ്ങളെല്ലാം നമുക്ക് ടെയിലുകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ഇപ്പം നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് വരുന്നതാണ് എക്സൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 1, 2 എലമെൻറ്റുകൾ ഒഴിച്ച് ബാക്കിയുള്ളതിനെല്ലാം, അതായത് ആദ്യത്തെ 1, 2 എലമെൻറ്റുകൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം നോൺ നെഗറ്റീവ് ആണെങ്കിൽ ലിമിറ്റും നോൺ നെഗറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും എം ടെയിലിന് ഈ തിയറം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ.